നമസ്കാരം, രജിത ബാലുവാണ്. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലഞ്ച് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് പോലെ ചെയ്യണ വീഡിയോസിൽ 5-മത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അതായത് ഈസി ആൻഡ് ക്വിക്ക് ലഞ്ച് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തനതായ വിഭവങ്ങൾ വെച്ചുകൊണ്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ ഇന്ന് ഈ 5-മത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് വെള്ളച്ചോറും മുരിങ്ങക്കായും പരിപ്പും മാങ്ങ ഇട്ടിട്ട് തേങ്ങ അരച്ച് ചേർത്ത ഒരു ഒഴിച്ചുകറിയും, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും വഴുതനങ്ങയും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു മിക്സഡ് വെജിറ്റബിൾ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ തോരനോ ഉപ്പേരിക്കൂട്ടാനൊക്കെ പറയാം. അതും പിന്നെ അതുപോലെ തന്നെ ഒരു ഓംലെറ്റാണ് ഞാനിന്ന് ചെയ്തിരിക്കുന്നത്. പിന്നെ അച്ചാറും പപ്പടമൊക്കെ നമ്മുടെ അടുത്തുണ്ടായിരുന്നു. എല്ലാം കൂടെ പ്ലേറ്റ് നിറയെ വിഭവങ്ങളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഊണ് കാലാക്കാട്ടാ. അപ്പോഴേ ആദ്യം തന്നെ നമുക്ക് ഉള്ള കഷ്ണങ്ങളും ഉള്ളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ച് കഴുകി ഒരു ഭാഗത്ത് വെക്കാട്ടാ. അതുപോലെ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെരുകി എടുത്തു വയ്ക്കാം. ഇന്നേ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള മുരിങ്ങയ്ക്കും വഴുതനങ്ങയും പച്ചമുളകും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളൊക്കെ അരിയാൻ തുടങ്ങും മുമ്പ് ആവശ്യത്തിനുള്ള പരിപ്പൊന്ന് കഴുകി പാത്രത്തിലാക്കിയിട്ട് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ഒന്ന് മൂടിയിട്ട് കൊടുക്കുക. പരിപ്പും മുരിങ്ങക്കായും കറി വെക്കുന്ന ദിവസമൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും ഞാൻ അറിയാതെ ചിരിച്ച് പോകും കേട്ടോ. കഷ്ണങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ നോർത്ത് ഇന്ത്യക്കാരിയാണ്. അപ്പോൾ പണ്ടൊക്കെ അമ്മ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യും മുമ്പൊക്കെ ഇവിടെ അയൽപ്പക്കക്കാരൊക്കെ ചോദിക്കും ഇന്ന് എന്താ കറിയെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും ഇത്രേ മുരിങ്ങക്ക പറുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ അവർ അയൽപ്പക്കക്കാരൻ ഞങ്ങൾ കുട്ടികളെ അങ്ങനെ പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു കേട്ടോ, സ്നേഹത്തോടെ. അത് ഓർമ്മ വരാറുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മൂടി ലൂസാക്കിയിട്ട് കൊടുത്തിട്ട് തീയൊന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം 1/4 കപ്പോളം ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 മണി നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ 3-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 1/4 കപ്പ് വെള്ളം പലപ്പോഴായിട്ട് ചേർത്തിട്ട് നല്ല വെണ്ണ പോലെ ഇത് അരച്ചെടുക്കുക കേട്ടോ. അപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മുടെ പരിപ്പ് പാത്രം ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. അങ്ങനെ അടച്ചും തുറന്നും ഒക്കെ ആയിട്ട് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ അതാ പരിപ്പ് ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങളും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും പാത്രം അടച്ചു വയ്ക്കുക. നമ്മൾ കറി വയ്ക്കുമ്പോൾ അഥവാ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ചിട്ടേ ഒഴിക്കാവുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഉപ്പേരിക്കറിക്കുള്ള കഷ്ണങ്ങൾ തയ്യാറാക്കാം. എന്നാലും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. തുറന്ന് ഇളക്കി വെക്കണം. വെള്ളം കുറവുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ഉപ്പേരി കൂട്ടാനുള്ള കഷ്ണങ്ങൾ ഒന്ന് ബീട്രൂട്ടാണല്ലോ, അത് നമ്മൾ സാധാരണ ചെയ്യണ പോലെ പുറത്തുള്ള തോല് കളയുക. എന്നിട്ട് ഇത് വളരെ നൈസായിട്ട് അരിയണ്ട, അല്പം വലിയ കഷ്ണങ്ങളായാലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും അരിഞ്ഞെടുക്കുക. വേവില്ല എന്നുള്ള ഭയം വേണ്ട കേട്ടോ, അസലായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള സവാളയും പച്ചമുളകും ഈ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ഒക്കെ കൂടെ കഴുകണതിൻ്റെ ഒപ്പം വഴുതിനിയും കൂടെ കഴുകിയതിന് ശേഷം മാത്രമേ വഴുതിനി കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിനിടയിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ തീ അല്പം കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ അതാ നമ്മൾ വീണ്ടും ഒന്ന് കഷ്ണങ്ങൾ നോക്കുകയാണ്. അതായത് ഏകദേശം ഒന്ന് വേവാനുള്ള ഇതായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വീണ്ടും പാത്രം അടച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഉപ്പേരിക്കറിക്കുള്ള കഷ്ണങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പരിപ്പിലിട്ടുള്ള കഷ്ണങ്ങളും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജാറിലുള്ള അംശങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് അതും നന്നായി കഴുകിയിട്ട് ഈ അരപ്പ് ചേർക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് കുറവാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷമൊക്കെ ഇതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഒന്ന് പാത്രം ചിറ്റിച്ച് കൊടുക്കുക. കാരണം കഷ്ണങ്ങൾ കയ്യിലിട്ട് കഴിഞ്ഞാൽ ഉടയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ കയ്യിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് വല്ലാണ്ട് കുറേ നേരം ഇത് വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഈ സമയത്ത് പാത്രം വാങ്ങിയിട്ട് അതിലേക്ക് കടുകും വറ്റൽമുളകും വേപ്പിലൊക്കെ ഒന്ന് താളിച്ച് ഒഴിച്ച് ചേർക്കാം കേട്ടോ.
അപ്പോൾ നമ്മളുടെ പാത്രം ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും നമ്മളുടെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ്, മുരിങ്ങക്കായ, മാങ്ങ, തേങ്ങ അരച്ച് ചേർത്തുള്ള സൂപ്പർ കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉപ്പേരി കറി തയ്യാറാക്കാം. അപ്പോഴേ താളിക്കാനെടുത്ത അതേ ചീഞ്ചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ സ്റ്റൗവ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചൂടായിരിക്കുകയാണല്ലോ, അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. നല്ല ചൂടായ ചീഞ്ചട്ടി ആയതുകൊണ്ട് വെളിച്ചെണ്ണ വേഗം ചൂടായിട്ടാ. അതിലേക്ക് നമുക്ക് ഒരു 6-7 ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു സവാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാളയും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളയും ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ചതമുളകും അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മണം വരുന്ന വരെ, നല്ല മൂത്ത മണം വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ ഉള്ളിയും സവാളയും ചതമുളകും ഒക്കെ കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കഷ്ണങ്ങൾ, തക്കാളി അടക്കമുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മൂടിയിട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഈ മെഴുക്കിലും ആവിയിലും കിടന്നിട്ടാണ് ഈ കഷ്ണങ്ങൾ വേവേണ്ടത്. വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒന്ന് ആവിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് അടച്ചും തുറന്നുമായിട്ട് ചെറുതീയിൽ ഇത് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മളുടെ ഈ കറി ഇതുപോലെ മെഴുക്കൊന്ന് അല്പം തെളിയും, അതുപോലെ തക്കാളിക്ക് നന്നായിട്ട് ഒന്ന് വെന്തുടയും കേട്ടോ. ഈ സമയത്തൊക്കെ നമുക്കൊന്ന് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കുഴഞ്ഞിരിക്കണം ഒരു മെഴുക്ക് പുരട്ടിയായിട്ടാണ് കേട്ടോ ഈ കറി ഇരിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരിക്കറിയും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു ഓംലേറ്റ് ആണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് 3 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു നുള്ള് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചോപ്പറിലാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. സവാളയും പച്ചമുളകും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇത് 2 വരി വലിച്ച് അടിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും മുട്ട ഇട്ടിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ ചോപ്പറിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് കിട്ടും കേട്ടോ. നമ്മൾ പാത്രത്തിൽ മറ്റേ സ്പൂണൊക്കെ വെച്ചിട്ട് അടിക്കുന്നേക്കാളും സൂപ്പറായിട്ട് കിട്ടും കേട്ടോ ഈ ഓംലേറ്റ്. അടിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വേപ്പില നുറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു ഇരുമ്പ് ചട്ടി, നമ്മൾ ചപ്പാത്തിയൊക്കെ ചുന്ന ഒരു ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ ഈ ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിരിക്കണ നേരമാണ് തീ ഒന്ന് കുറച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പറിൽ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ 2 മുട്ടപ്പായിട്ടാണ് കേട്ടോ ഇത് എടുത്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് മെനുവിനുള്ള റെസിപ്പീസൊക്കെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ നമ്മുടെ ട്രഡീഷണൽ ഐറ്റംസ് തന്നെയാണ് കേട്ടോ. പരിപ്പ് മുരിങ്ങക്കായ കറി സൂപ്പറായിരുന്നു, അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടി നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മുടെ വെള്ള ചോറാണ് ഇന്ന് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഉപ്പേരിക്കറിയും ഒഴിച്ചുകറിയും മുട്ടപ്പവും നമ്മുടെ അച്ചാറും പപ്പടവും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല കുശാലായിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്ന് കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.